കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും എനിക്കറിയില്ല. ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. പഠിച്ചതിന്റെ മുമ്പിലല്ല ഇതുവരെ കൈനീട്ടി ശീലിച്ചിട്ടില്ല. മരണം വരെ എന്റെ ദുആയിലും എന്റെ മക്കളുടെ ദുആയിലും നിങ്ങളെല്ലാവരും കാലം തിരിച്ചു വേണം. ഇപ്പൊ ഇങ്ങനൊരവസ്ഥയിൽ നിൽക്കുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ല. ഈ അവസ്ഥയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയേ പറ്റും. എനിക്ക് ആരാണ് ഈ വീട്ടിന്റെ മക്കൾക്ക് അതല്ലാതെ വേറെ ആരില്ല. അന്നൊന്ന് ജോലി ചെയ്ത് സന്തോഷമായിട്ടാണ് ഞങ്ങൾ കുടുംബത്തിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടത്. ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയൊന്നും ഞാൻ ദുആ ചെയ്യും. അസ്സലാമലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഷഹീദ് കെ മൊയ്തീനാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു ചികിത്സാ സഹായ അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 പിഞ്ചു മക്കളടങ്ങിയ കുടുംബത്തിന്റെ ഏകത്താണിയാണ്. അദ്ദേഹം ബ്ലഡ് ക്യാൻസർ രോഗത്തിന് മജ്ജമാറ്റുകൾ സർജറിക്കായിട്ട് നമ്മുടെയൊക്കെ സഹായം തേടുകയാണ്. ഒരു നാട് മുഴുവൻ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് അണിനിരന്നിട്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നമ്മൾക്ക് നേരെ കൈകൾ നീട്ടണമെങ്കിൽ അദ്ദേഹം ആ നാടിന് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. ചെറിയ ജോലി ചെയ്ത്, അറിവ് ജോലി ചെയ്ത്, കിട്ടാവുന്ന സമയത്ത് ഒഴിവ് സമയത്തൊക്കെ ഇലക്ട്രിക്കൽ ജോലി ചെയ്തും 3 മക്കളടങ്ങിയ ഭാര്യ അടങ്ങിയ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയുന്നതിനിടയിലാണ് പടച്ചവന്റെ വലിയ പരീക്ഷണം പോലെ ബ്ലഡ് ക്യാൻസർ രോഗത്തിന് അദ്ദേഹത്തിന് ചികിത്സ തേടേണ്ടി വന്നത്. ഇപ്പോ എറണാകുളം മെഡിസിറ്റിയിൽ നിന്ന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനും കീമോതെറാപ്പിക്കുമായിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഒരു നിവൃത്തിയില്ലാതെ ഈ സഹോദരി തന്റെ 3 പിഞ്ചു മക്കളായിട്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ ഒരാള് പോലും മാറി നിൽക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സഹായങ്ങൾ അയച്ചു കൊടുത്തും ഈ സഹോദരന് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ചെയ്തും, ഈ കുടുംബത്തോടൊപ്പം ഈ ജനകീയ കമ്മിറ്റിയോടൊപ്പം എല്ലാവരും ഉണ്ടാകണം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. പ്രിയമുള്ളവരെ, തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള വെള്ളാങ്കല്ലൂര് കരൂപ്പടന്നയിലാണ് സെയ്ദ് മുഹമ്മദും അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്നത്. ഇവിടെ വലിയൊരു ജനകീയ കമ്മിറ്റി ബഹുമാനപ്പെട്ട ചാലക്കുടി MP ബെന്നി ബെഹനാന്റെയും കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ രക്ഷാധികാരികളായിട്ട് വലിയൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയോടൊപ്പം എല്ലാവരും സഹകരിക്കണം. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ മഹലിൽപ്പെട്ട ഉടുവൻകാട്ടിൽ സെയ്ദു എന്ന സഹോദരൻ വളരെ അത്യാസന്ന നിലയിലാണ് എന്നറിയാം. ചികിത്സാ ചെലവുകൾ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ സഹോദരന്റെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ, ചികിത്സ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ രക്ഷിക്കണം. അതിനാണ് ജാതി മത വർഗ വർണ്ണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സുമനസ്സുകളുടെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടുന്നത്. ഞങ്ങൾ സഹായിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഞാൻ KA സദഖത്തുള്ള വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡ് മെമ്പറാണ്. സെയ്ദുവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശം മുഴുവനും പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മനസ്സാക്ഷിയുള്ള സഹജീവികളോട് കാരുണ്യവും സ്നേഹവുമുള്ള മുഴുവൻ ആളുകളും സെയ്ദുവിന്റെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഇബ്രാഹിം ഹാജി, ഈ മുടവങ്ങാട്ടിൽ മുഹമ്മദ് മകൻ സെയ്ദ് സഹായ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ചികിത്സയ്ക്കായി രൂപീകരിച്ച ഈ കമ്മിറ്റിയോട് എല്ലാ മാന്യജനങ്ങളും, എല്ലാ സഹോദരന്മാരും ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇതോടൊപ്പം കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലും GPay നമ്പറുകളിലൊക്കെ നിങ്ങളേതായ കോൺട്രിബ്യൂഷൻ എത്തിച്ച്, അപ്രകാരം ഈ മെസ്സേജ് നിങ്ങൾ കഴിയുന്ന എല്ലാവരും എത്തിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കുവാൻ എല്ലാവിധ സഹായവും വേണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ
വന്ന ഈ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ ഏറ്റവും പരിതാപകരമായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടേതായ സംഭാവനകൾ നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന സഹായിക്കാൻ കഴിവുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടുകാരൻ സെയ്ദുവിന്റെ ചികിത്സാർത്ഥമാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അദ്ദേഹത്തിന്റെ ഒരു അത്താണിയായി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഈ കുടുംബത്തിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമലൈക്കും. നമസ്കാരം. പ്രിയമുള്ളവരെ, സേതുവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് കൈകോർക്കുകയാണ്. എല്ലാവരും ഈ സഹായ സമിതിയുമായിട്ട് സഹകരിക്കണം. നിങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും ഒക്കെ ഉണ്ടാവണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.